ഹായ് ഡേയ്സ്, ഇന്നൊരു വെറൈറ്റി വീഡിയോസ് ലഞ്ച് ബോക്സ് എന്താണ്, സ്നാക്സ് എന്താണെന്നാണ് എല്ലാവരും ചെയ്യണമല്ലേ. അപ്പോൾ ഞാനും കിടക്കട്ടെ വിചാരിച്ചു. അപ്പോൾ സ്നാക്കായിട്ട് കൊണ്ടുപോകുന്നത് ഇലയുടെയാണ്. ഇലട മീൻസ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നൂൽപ്പുട്ടിൻ്റെ മാവെടുത്തതിൽ കുറച്ച് ശർക്കരയും തേങ്ങിയിട്ടിട്ട് വാഴയിൽ പൊതിഞ്ഞിട്ട് അതേ നൂൽപ്പുട്ടിൻ്റെ കുക്കറിൽ തന്നെ പുഴുങ്ങിയെടുത്തതാണ് ഈ ഇലട. അപ്പോൾ അതങ്ങനെ സെറ്റായിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് നല്ല ചൂടുള്ള ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. ചോറിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയത് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ ഫ്രഞ്ച് ഫ്രൈസ് ആയില്ലെങ്കിലും എൻ്റെ ഒരു അമ്മയുടെ മകൻ്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് തിന്നാനായിട്ട് ഇഷ്ടംമാരുണ്ടാക്കിയത് ബാക്കി ഇനി കരിഞ്ഞ് പോയതുകൊണ്ട് ആകെ ഇനി തന്നെ ഉള്ളത് വെച്ചിട്ട് അവനക്ക് വെപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ചൂടാറിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഉപ്പ് വെളിച്ചെണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ക്ലാസ്സിൽ എത്താനാകുമ്പോഴൊന്നും അതൊക്കെ പാടെ കിടന്ന് മിക്സ് ആയിക്കോളും. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ ഈ വാട്ടർ ബോട്ടിൽ മീശോ ഒന്ന് മേടിച്ചാട്ടോ. ഇങ്ങനെ രണ്ട് പെയറായിട്ട് വരുന്നത് 100 സംതിങ് ഉള്ളൂ. നല്ല ബോട്ടിലാണ്. അപ്പോൾ ഇനി ചോറിൻ്റെ ഈ പരിപാടിയിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇതിനെ കെട്ടിക്കൊടുക്കാൻ. അപ്പോൾ ചോറൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബാഗിൽ ബാഗും എല്ലാം ബുക്കും ബോക്സൊക്കെ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാണ്. എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നോക്കുമ്പോൾ വീണ്ടും അവിടെ ബോക്സ് പുറത്തെടുക്കണം. അത് കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ അവൻ്റെ എവിടുന്നോ ഒരു ബുക്കും പെറുക്കി വന്നിക്കണം. പക്ഷേ എന്തായാലും എൻ്റെയൊക്കെ ഒരു കാര്യം പിന്നെ ഇപ്പോൾ തന്നെ അവനും ഒരു മാറ്റമില്ല. അപ്പോൾ വേഗമൊക്കെ റെഡിയാക്കി ഞങ്ങൾ സ്കൂൾക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ കേട്ടോ. എല്ലാം റെഡിയാവില്ല കഴിഞ്ഞു. ഇനി നേരെ സ്കൂൾക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ നടന്ന് സ്കൂളോട് അടുത്തായതുകൊണ്ട് ഇപ്പോൾ വണ്ടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലെയല്ല, ഇപ്രാവശ്യം ആൾ ഭയങ്കര ഹാപ്പിയാണ് സ്കൂൾ മാറിയോണ്ട്. എടുത്താണല്ലോ, പിന്നെ നേരത്തെ വൈകി പോയിട്ട് നേരത്തെ വരാം, അതാണ് എൻ്റെ പോളിസി. പിന്നെ പോകാൻ നേരത്തെ ഏട്ടൻ്റെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇനി സലാം പറഞ്ഞു ഉമ്മയെ കൊടുത്ത് അവൻ പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും എത്ര അടി കൂടിയാലും നീ സ്കൂൾക്ക് പോവുക അല്ലെങ്കിൽ മദ്രസയ്ക്ക് പോവുക, ആ കാണുമ്പോൾ ഉള്ളിലൊരു പെടച്ചിലാണല്ലേ അമ്മമാർക്ക്. അപ്പോൾ അവൻ ഗേറ്റിൽ നിന്ന് പോകണ വരെ മറിയണ വരെ ഞാൻ അങ്ങനെ നോക്കി നിന്നിട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. ബൈ.